മാമ്പഴ പച്ചടി അല്ലെങ്കിൽ മാമ്പഴം കൊണ്ട് മധുരത്തിലുള്ള പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് ഒന്നുകിൽ അത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനിയും തൊലി കളയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാമ്പഴം തൊലിയോടുകൂടെ തന്നെ കഷ്ണങ്ങളാക്കി അതിൽ നിന്നും അകത്തുള്ള മാമ്പഴത്തിൻ്റെ പൾപ്പ് ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് ചുരണ്ടിയെടുത്തെങ്കിലും അത് കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിലുള്ള ദശ മുറിച്ചെടുക്കാം. കഷ്ണങ്ങളാക്കിയ മാമ്പഴം കുക്കറിൽ മാറ്റിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. മുളക് പൊടി 3/4 ടീസ്പൂൺ വരെ ചേർക്കുകയും ചെയ്യാം. 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് പ്രഷർ താന്ന് നമുക്ക് തുറന്നെടുക്കാം. ആ സമയം കൊണ്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങയിൽ 3 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് ശകല വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. ഈ സമയത്ത് കുക്കറിലെ പ്രഷർ താന്ന് കാണും. മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഒരു തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുക്കറിന് പകരം തുറന്ന പാത്രത്തിലും ഇതുപോലെ മാമ്പഴം വേവിച്ചെടുക്കുക. അപ്പോൾ അവസാനം നമ്മൾ ചെയ്തു വരുമ്പോൾ നല്ല കട്ടിക്ക് നമുക്ക് കിട്ടാനായിട്ടാണ്. മുഴുവനായിട്ട് പേസ്റ്റ് പോലെ ഉടയ്ക്കേണ്ട, ശകലം കഷ്ണങ്ങളോടുകൂടെ തന്നെ ഉടച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ അരക്കുകയാണെങ്കിൽ അത് കുറുകി കിട്ടാനായിട്ട് സമയം പിടിക്കും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക. തേങ്ങയുടെ പച്ചമണം മാറി കിട്ടുകയും വേണം, കൂട്ടൊന്ന് കുറുകി കിട്ടുകയും വേണം. ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കട്ടിയായി കിട്ടും. കൂട്ട് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്കൊരു താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് താളിപ്പാണ് ചേർത്തിരിക്കുന്നത്. താളിപ്പ് ചേർത്ത് ശകലം അവസാനം അലങ്കരിക്കാൻ മാറ്റിയിട്ടുണ്ട്. താളിപ്പ് ചേർത്ത് ഉടനെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ആ താളിപ്പിൻ്റെ മണം ആ കറിയിൽ നല്ലോണം കിട്ടും. ഈ രീതിയിൽ നമുക്ക് കുക്കറിൽ തന്നെ മാമ്പഴപ്പച്ചടി തയ്യാറാക്കി എടുക്കാം. സദ്യക്കൊക്കെ വിളമ്പാവുന്ന ഈ മാമ്പഴപ്പച്ചടി ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. മാമ്പഴത്തിൻ്റെ മധുരവും അവരവർക്ക് എത്ര മധുരം വേണം അതനുസരിച്ച് വേണം നമ്മൾ ശർക്കര ചേർക്കാനായിട്ട്. ഇപ്പോൾ ഓണസദ്യക്കാണെങ്കിലും മാമ്പഴം കിട്ടുന്ന സീസണിലും നമുക്കിത് തയ്യാറാക്കി നോക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.